ഉമാ ഓണമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഉമാ ഓണത്തിലും നോർക്ക റൂട്ട്സ് ഇവിടെ അവരുടെ ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ പിറന്ന നാടിനെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാരെയും വിട്ട് കുടുംബത്തിനെയൊക്കെ വിട്ട് പ്രവാസ ലോകത്ത് ജോലി സംബന്ധമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കായിട്ട് കേരള സർക്കാർ നിരവധിയായിട്ടുള്ള പ്രവാസി ക്ഷേമ പദ്ധതികൾ നടത്തുന്നുണ്ട്. നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ആ ക്ഷേമ പദ്ധതികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകളില്ല. അതുകൊണ്ട് തന്നെ അത്തരം ക്ഷേമ പദ്ധതികളെ ഇവിടുത്തെ പ്രവാസി മലയാളികൾക്കായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള രീതിയിൽ ആ ഒരു പ്രവർത്തനം ഓർമ്മ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ മലയാളികൾ കൂടുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ അവരെ സഹായിക്കുന്നതിനായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകുന്ന ആളുകൾക്ക് അതിന്റെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു കൊടുക്കുന്നതിനുള്ള എല്ലാ സഹായവും നമ്മൾ ചെയ്യുന്നുണ്ട്. നോർക്കയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ നോർക്ക ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദീർഘകാലമായിട്ടുള്ള പ്രവാസികളുടെ ആവശ്യമായിരുന്നു പ്രവാസിക്കും അവന്റെ കുടുംബത്തിനും സമഗ്രമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് എന്നുള്ളത്. ആ സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് ഇന്ന് കേരള സർക്കാർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേരള സർക്കാരിന്റെ ഓരോ ഓണസമ്മാനമായിട്ട് ഈ സെപ്റ്റംബർ 22-ാം തീയതി മുതൽ അതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ച് ഒക്ടോബർ 21-ന് മുൻപ് അതിന്റെ രജിസ്ട്രേഷൻ അവസാനിപ്പിച്ച് നവംബർ 1-ാം തീയതി ലോകത്തുള്ള മുഴുവൻ പ്രവാസികൾക്കായിട്ടുള്ള ഇൻഷുറൻസ് നവംബർ 1-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ആ ഇൻഷുറൻസിൽ ആളുകളെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഓർമ്മ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഇൻഷുറൻസിന്റെ ഭാഗമാകുന്നതിന് നോർക്ക തിരിച്ചറിയൽ കാർഡ്, കാലാവധിയുള്ള തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്. എല്ലാ പ്രവാസികളും സെപ്റ്റംബർ 22-ാം തീയതിക്ക് മുൻപ് നോർക്ക തിരിച്ചറിയൽ കാർഡ് എടുക്കാത്തവർ അത് എടുക്കുകയും അത് പുതുക്കാത്തവർ അത് എത്രയും പെട്ടെന്ന് പുതുക്കി ഇൻഷുറൻസിൽ ചേരാനുള്ള തയ്യാറാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ ഏത് സമയത്ത് വേണമെങ്കിലും ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഓർമ്മയില് നോർക്കയുടെ കൺവീനർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. എന്റെ നമ്പർ 05592841330. അതുപോലെ തന്നെ അനീഷ് മണ്ണാർക്കാട് 05653955565. പലപ്പോഴും നമുക്കൊരു സംശയം തോന്നി, നീ ഇത് പെൻഷൻ കിട്ടുന്നുണ്ടോ? അപ്പൊ എന്റെ അടുത്തേക്ക് ഒരാൾ വന്നു, പുള്ളിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? അപ്പൊ അതിന്റെ സത്യാവസ്ഥ നമുക്ക് ചോദിക്കാം. ഞാൻ 2009 കേരള സർക്കാരിന്റെ പ്രവാസി ക്ഷേമനിധി വകുപ്പിൽ മെമ്പർഷിപ്പ് എടുത്താണ്. അന്ന് പെൻഷൻ തുക തീരുമാനിച്ചിരുന്നത് 1000 രൂപയായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞാൽ 1000 രൂപയാണ് തീരുമാനിച്ചിരുന്നത്. അന്ന് ദല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ദലയുടെ നേതൃത്വത്തിൽ നല്ലൊരു പ്രവർത്തനത്തിൽ കുറെ ആൾക്കാർ ചേർന്നു. അന്ന് ചേർന്ന ഒരാളാണ് ഞാനും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ സർക്കാർ അത് പെൻഷൻ 3500 രൂപയാക്കി. അതോടൊപ്പം തന്നെ പ്രീമിയം നമ്മൾ അടക്കേണ്ടത് 200 എന്നുള്ളത് 300 ആക്കി. ഞാൻ അടച്ച 11 വർഷത്തെ പൈസയുടെ ആനുപാതികമായിട്ട് 4025 രൂപ എനിക്ക് പെൻഷൻ വരുന്നുണ്ട്. നോർക്ക ഇൻഷുറൻസും കേരള സർക്കാരിന്റെ നല്ലൊരു പദ്ധതിയാണ്. നമ്മളത് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്കും നമ്മളെ ലൈഫ് പാർട്ട്ണർക്കും 2 കുട്ടികൾക്കും അതിൽ ഇൻഷുറൻസ് കിട്ടും. അപ്പോൾ അതും കേരളത്തിലെ ഏതാണ്ട് 450ഓളം ഹോസ്പിറ്റലും ഇന്ത്യയുടെ മൊത്തത്തിൽ 14,000 ഹോസ്പിറ്റലിൽ കവർ ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു സ്കീമാണ്. അപ്പോൾ എല്ലാവരും അതിലും ചേരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് കൃത്യമായി 3925 രൂപ വീതം എല്ലാ മാസം 10-ാം തീയതി എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്.